നമസ്കാരം. ഇസ്രായേലും ഇറാനുമായിട്ടുള്ള സംഘർഷം ഇന്ന് 7ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ 6 ദിവസം ഇരു രാജ്യങ്ങളും വലിയ രീതിയിലുള്ള ആയുധ പ്രയോഗമാണ് പരസ്പരം നടത്തിയത്. ഇറാൻ അതിൻ്റെ ശേഖരത്തിലുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ അടക്കമുള്ള മിസൈലുകൾ ഇസ്രായേലിന് നേരെ തൊടുത്തിരുന്നു. ഇസ്രായേലും വളരെ കൃത്യമായ ആക്രമണം നടത്തി ഇറാൻ്റെ വളരെ മുകൾ തട്ടിലുള്ള നേതൃത്വത്തെ തന്നെ ആക്രമിക്കാനാണ് ഇസ്രായേൽ ആദ്യ ദിവസം മുതൽ തന്നെ ശ്രമിക്കുന്നത്. ഇസ്രായേലിൻ്റെ ആദ്യ ആക്രമണത്തിൽ തന്നെ റവല്യൂഷണറി ഗാർഡിൻ്റെ തലവനെയാണ് കൊന്നുകളഞ്ഞത്. മാത്രമല്ല, അയത്തുള്ള ഖമേനിയെ വധിക്കാനുള്ള ശ്രമങ്ങൾ ഇസ്രായേൽ ഇതുവരെ നടത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇപ്പോഴും ആ ശ്രമം തുടരുകയാണ്. പക്ഷേ അയത്തുള്ള ഖമേനിയുടെ ഒളിത്താവളം എവിടെയാണ് എന്ന് തങ്ങൾക്കറിയാം എന്ന് അമേരിക്ക പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം കീഴടങ്ങണം, ഇല്ലെങ്കിൽ ഞങ്ങളുടെ ലക്ഷ്യം അയത്തുള്ള ഖമേനിയാണ് എന്ന് അമേരിക്കയും ഇതിനോടകം തന്നെ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. ഈ 7ാം ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇറാനിലെ ഒരു ആണവ കേന്ദ്രത്തിൽ ശക്തമായ ആക്രമണം ഇസ്രായേൽ നടത്തി എന്നുള്ളതാണ്. അരാക്കിലെ ഹെവി വാട്ടർ റിയാക്ടറിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഈ പ്രദേശത്തു നിന്നും ആളുകളെ ഒഴിപ്പിച്ചതായും ആക്രമണം നടത്തി, അല്ലെങ്കിൽ ഈ റിയാക്ടർ ഇസ്രായേൽ ആക്രമിച്ചു എന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ വാർത്ത ഇസ്രായേൽ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ആണവ കേന്ദ്രത്തിന് നേരെ ഇസ്രായേലിൻ്റെ ആക്രമണം നടന്നു എന്ന് വ്യക്തമാണ്. പക്ഷേ ആണവ ചോർച്ച ഉണ്ടായിട്ടില്ല എന്നാണ് ഇറാൻ അധികൃതർ പറയുന്നത്. പ്രദേശത്തു നിന്നും ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട്. ധാരാളം പേർ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ മരിച്ചു എന്ന് പറയുന്നുണ്ട്. മറുപടിയായി ഇറാൻ ആക്രമിക്കുന്നത് ജനവാസ കേന്ദ്രങ്ങളിലാണ്. അതായത് ഇസ്രായേലിലെ ഒരു ആശുപത്രിയെയാണ് ഇറാൻ കഴിഞ്ഞ ദിവസം ആക്രമിച്ചത്. അതുകൊണ്ട് തന്നെ ശക്തമായ താക്കീത് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു ഇറാന് ഇതിനോടകം തന്നെ നൽകിക്കഴിഞ്ഞു. അതായത് ആശുപത്രി ആക്രമിച്ചതിൽ കടുത്ത അമർഷം ഇസ്രായേലിനുണ്ട്. ഇറാൻ മിസൈൽ വർഷം തന്നെയാണ് ഇസ്രായേലിന് നേരെ നടത്തുന്നത്. പക്ഷേ ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനം വളരെ കൃത്യമായി തന്നെ ഇറാൻ്റെ മിസൈലുകളെ ചെറുക്കുന്നുണ്ട്. പക്ഷേ വളരെ ചെറിയ എണ്ണം മിസൈലുകൾ കൃത്യസ്ഥാനത്ത് പതിക്കുന്നുമുണ്ട് എന്നുള്ളതാണ് ഇസ്രായേലിനെ ഇപ്പോൾ കുഴക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കനത്ത നാശനഷ്ടം ഇസ്രായേലിനുണ്ടായിട്ടുണ്ട്. ഇറാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനം തകർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങളും മിസൈലുകളുമെല്ലാം ഇപ്പോൾ കൃത്യമായ സ്ഥലത്ത് ആക്രമണം നടത്തുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇറാനിലെ ആണവ കേന്ദ്രം തകർന്നത് എന്ന് വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. മാത്രമല്ല, അമേരിക്ക ഒപ്പം ചേരാൻ സാധ്യതയുണ്ട് എന്ന വാർത്തയും വരുന്നുണ്ട്. അമേരിക്ക ഇതിനുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട്. G7 ഉച്ചകോടിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് തിരികെ അമേരിക്കയിലേക്ക് മടങ്ങിപ്പോയതും മാത്രമല്ല വാർ റൂം മീറ്റിങ്ങുകളുമെല്ലാം നമ്മൾ കണ്ടതാണ്. തീർച്ചയായും അമേരിക്ക ഇറാനിൽ ഒരു വലിയ ആക്രമണം നടത്താൻ ഒരുങ്ങുന്നുണ്ട്. അതിന് തക്കതായ മുന്നറിയിപ്പും ഇറാന് നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ മുന്നറിയിപ്പ് ഇറാൻ അംഗീകരിച്ചിട്ടില്ല. അതായത് അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങുന്ന പ്രശ്നമില്ല, ഒരു സമാധാന കരാറിന് മുന്നിൽ പോലും കീഴടങ്ങില്ല എന്ന വാർത്തയാണ്, അല്ലെങ്കിൽ എന്ന നിലപാടാണ് ഇപ്പോൾ ഇറാൻ്റേത്. അതുകൊണ്ട് തന്നെ അമേരിക്ക കക്ഷി ചേരാനുള്ള, ഈ യുദ്ധത്തിൽ പങ്കാളിയാകാനുള്ള സാധ്യത അമേരിക്ക കൃത്യമായി പറയുന്നുണ്ട്. ഇറാനിൽ നടന്ന ആക്രമണങ്ങളെല്ലാം ഇസ്രായേലും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, 7ാം ദിവസത്തിൽ കനത്ത നാശനഷ്ടം ഇറാന് സംഭവിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ഇത് രണ്ടും കൽപ്പിച്ചാണ്. ഇസ്രായേൽ തീർച്ചയായും പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് നടക്കുന്നത്. ഈ ഘട്ടത്തിൽ അമേരിക്ക കൂടി ഇടപെട്ടാൽ തീർച്ചയായും ഇറാൻ്റെ പതനം ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.